തീർച്ചയായിട്ടും. ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം കോൺഗ്രസ് ഒരുപാട് മാറി, UDF മാറി. പണ്ടൊക്കെ നമുക്ക് ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് എത്ര ദിവസങ്ങൾ കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഒരു സ്ഥാനാർത്ഥിയെ വരുന്നൊരു സാഹചര്യം. അപ്പോഴത്തേക്കും മറ്റ് എതിർ സ്ഥാനാർത്ഥികളൊക്കെ ബഹുദൂരം മുന്നിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്കറിയാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ തൃക്കാക്കര, അതിനുശേഷം പുതുപ്പള്ളി, അതിനുശേഷം നിലമ്പൂര്, ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDF ആണ്. അതിന്റെ ഒരു മെജോറിറ്റി, അതിന്റെ ഒരു ഗുണം നമുക്ക് ആ ഇലക്ഷനിൽ ഉണ്ടായി, റിസൾട്ടിൽ ഉണ്ടായി. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനും നമ്മൾ UDF സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് 10 സീറ്റ് അടുത്ത തിരുവനന്തപുരത്തുള്ളൂ. നമ്മൾ പ്രതിപക്ഷത്ത് പോലും അല്ലാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ പോലും ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മേയർ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ KS ശബരിനാഥനെയാണ്. അദ്ദേഹം ഒരു മുൻ MLA കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് അദ്ദേഹം അതിന് സന്നദ്ധനായിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി തിരിച്ചു വരണം എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി, വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഉൾപ്പെടെ അവിടെ മത്സര രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒട്ടനവധി പുതുമുഖങ്ങൾക്ക് അവിടെ അവസരം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയിൽ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 5-6 പേർക്ക് ഇപ്പോൾ നിലവിൽ തന്നെ അവിടെ അവസരം ലഭിച്ചിട്ടുണ്ട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ. അത് വലിയൊരു അംഗീകാരം. കാരണം യൂത്ത് കോൺഗ്രസിന് കിട്ടിയ ഒരു അംഗീകാരം. അതുപോലെ തന്നെ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് യൂത്ത് കോൺഗ്രസിനെ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൗത്യം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.